ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ കറിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിന് മല്ലി എടുത്തിട്ടുണ്ട്. മുഴുവൻ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അടുത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോയത് ടേസ്റ്റ് മാറിപ്പോവും. അതുപോലെ തന്നെ നമ്മൾ 1/2 കിലോ ചിക്കനാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവാണ്. അപ്പോൾ കൂടുതലും മല്ലിയൊന്നും എടുക്കരുത്. കറക്റ്റായിട്ട് തന്നെ ആ ഒരു അനുപാതത്തിൽ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ അതിനുശേഷം ഞാൻ അത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അതങ്ങ് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഒരു കടായിക്കകത്തോട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് ഇതിനകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ എടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ഇട്ടങ്ങ് കരിച്ചെടുക്കരുത്, അപ്പോൾ രുചി മാറിപ്പോവും. ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. നമ്മുടെ നാടൻ ടേസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യരുത്. വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പക്ഷെ എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുപാട് ബോണുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കാരണം ഞാൻ ബോൺലെസ് ഒക്കെ ഞാൻ സ്നാക്ക് ഉണ്ടാക്കാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പീസ് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയിട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല, ഒന്നും വഴറ്റൊന്നും വേണ്ട. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ അഥവാ മുഴുവൻ മല്ലിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി മാത്രമായിട്ടൊന്ന് വറുത്തിട്ടും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അഥവാ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മുഴുവനായിട്ട് വേവിക്കേണ്ട, 5-8 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോഴേക്കും അതിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി ഇതൊന്ന് പകുതി ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ചൊന്ന് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 2-3 മിനിറ്റ് ഈ വെള്ളത്തിലിട്ട് നന്നായിട്ട് ചിക്കനൊന്ന് മിക്സ് ആയി കിട്ടണം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷമാണ് നമ്മളിനി ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു 2 തക്കാളി ഒന്ന് നല്ല പഴുത്ത തക്കാളി ഇട്ടോ നന്നായിട്ട് അരച്ചിട്ടൊന്ന് മാറ്റി വെച്ചേക്കണം. ഇപ്പോൾ ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങൻ്റെ പകുതിയും കൂടി പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം 1/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടിയേ വേവാനുള്ളൂ. അത് നമുക്ക് തക്കാളി അരച്ചതിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ 2 തക്കാളി അരച്ചത് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റും കൂടി ഒന്ന് വേവിക്കുക. തക്കാളിയുടെ ആ ഒരു പച്ചച്ചൊവയൊക്കെ മാറുന്നത് വരെ വേവിക്കുക. അതുപോലെ തന്നെ കറിയൊന്ന് കുറുകി വരെയും വേണം. അപ്പോൾ ഇനി അടച്ച് വെച്ച് വേവിക്കേണ്ട, തുറന്നിട്ട് തന്നെ വേവിച്ചാൽ മതി. നമുക്ക് പെട്ടെന്ന് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഞാൻ ഒരുപാട് വെറൈറ്റി ടേസ്റ്റുള്ള ചിക്കൻ കറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതി. ഈ ഒരു പരുവത്തിലാണ് ഞാൻ കറി എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.